ഹായ് പ്രിയപ്പെട്ടവരെ, ഞാൻ ലിതീഷ് മഹേന്ദ്ര. പെൻഡുലം ജ്യോതിഷം എന്നൊരു ശാസ്ത്രമുണ്ട്. അതായത് ഒരുപാട് നിഗൂഢമായ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതും രാസസംവേദന വിദ്യ എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. അതായത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇത് വെച്ച് ഈ ശാസ്ത്രത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും. അൺലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒരു ശാസ്ത്രമാണ് ഈ രാസസംവേദന വിദ്യ എന്ന് പറയുന്നത്. ഇത് രണ്ട് രീതിയിലാണ് ഇത് കൂടുതലായിട്ടും പ്രയോജനപ്പെടുന്നത്. അതിൻ്റെ ഒരു രീതിയാണ് ഇതാണ് പെൻഡുലം എന്ന് പറയുന്നത്. ഇതുപോലെ ഈ ഒരു ശാസ്ത്രം വെച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ സ്വയം നോക്കി മനസ്സിലാക്കാനും അതിൻ്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കോഴ്സ് തുടങ്ങണോ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനം ഇട്ടാൽ വിജയിക്കുമോ, നമ്മുടെ ജീവിതത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ്, നമ്മൾ ഉയർച്ചയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കി തരാൻ ഈ ശാസ്ത്രത്തിന് സാധിക്കുന്നതാണ്. ഇത് സ്വയം പഠിച്ച് മനസ്സിലാക്കാനും അല്ലെ അതുപോലുള്ള ആളെ സമീപിച്ച് അത് ശരിയായ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് മനസ്സിലാക്കിയ ആൾക്ക് അവരുടെ ഏതൊരു പ്രശ്നവും പരിഹരിക്കാൻ ഇത് സാധിക്കുന്നതാണ്. ഇത് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാനും സാധിക്കും. അതുപോലെ തന്നെയാണ് ഇത് എല്ലാവർക്കും ഇത് വഴങ്ങണം എന്ന് നിർബന്ധമില്ല. കാരണം ഈ ശാസ്ത്രങ്ങളെല്ലാം ഗുപ്തമാക്കി വെക്കപ്പെട്ടിട്ടുള്ളതാണ്. അത് ദൈവാധീനവും ദൈവാനുഗ്രഹവും ഉള്ളവർക്ക് മാത്രമേ ഇത് പ്രാപ്തമാകുള്ളൂ, അല്ലെങ്കിൽ ഈ മേഖലയിലേക്ക് ഇവർക്ക് കടന്നു ചെല്ലാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കിണറിൻ്റെ സ്ഥാനം, വീടിൻ്റെ സ്ഥാനം, അതുപോലെ നമ്മുടെ ഗേറ്റിൻ്റെ സ്ഥാനം, ഇതെല്ലാം കറക്റ്റായിട്ട് ശരിയായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അത് വെച്ചുകൊണ്ട് അതിൻ്റെ ഊർജത്തിൻ്റെ വേരിയേഷനുകൾ, അപ്പോൾ കുറഞ്ഞ ഊർജം ഉണ്ടാവും, കൂടിയ ഊർജം ഉണ്ടാവും. ഈ ഊർജത്തിൻ്റെ സമതുലിതമാണ്. ഇപ്പോൾ അഗ്നി കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? അത് ഒരു വസ്തുവിൽ അഗ്നിയുടെ പ്രവാഹം തട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പരിധി കൂടുതലാണെങ്കിൽ അത് കരിഞ്ഞു പോകും എന്ന് പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിനും അഗ്നിയുടെ പ്രഭാവം കൂടുതലാണെങ്കിൽ നമ്മുടെ ആ സൗഭാഗ്യം കെട്ടുപോകും. അതുപോലെ അഗ്നി ഒരുപാട് താഴ്ന്നു പോയാൽ തണുത്തു പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വ്യക്തിക്ക് തണുപ്പം മട്ടായിരിക്കും. ഇതിന് തുല്യതയുണ്ട്. ഈ തുല്യതയിൽ ഊർജം നിലനിർത്തിയാൽ മാത്രമേ നമുക്കും നമ്മുടെ വീടിനും ഒക്കെ ഐശ്വര്യങ്ങൾ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെതായ പോസിറ്റിവിറ്റിയിലൂടെ കടന്നുപോയി മുന്നേറാനും ജീവിതത്തിൽ വിജയം നേടാനും സാധിക്കുകയുള്ളൂ. അതുപോലെ രോഗാവസ്ഥകളെ നിർണ്ണയിക്കാനും സ്വയം മനസ്സിലാക്കാനും നമുക്ക് ഇത് സാധിക്കുന്നതാണ്. അതാണ് ഈ ശാസ്ത്രത്തിൻ്റെ ശരിയായ ഗുരുവിൽ നിന്ന് പഠിക്കുന്നതിലൂടെ നമുക്ക് ഈ ശാസ്ത്രത്തെ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിന് അത് വളരെയധികം ഗുണപ്രദമാണ്. അപ്പോൾ ഇത് അതുപോലെ തന്നെ നമുക്കൊരു വിവാഹം നമുക്ക് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിന് അനുകൂലമാണോ പ്രതികൂലമാണോ എന്നറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമ്മൾ തുടങ്ങുന്ന സ്ഥാപനത്തിൽ നിന്ന് നമുക്ക് നഷ്ടമാണോ ലാഭമാണോ ഉണ്ടാവുക, അതുപോലെ ജീവിതത്തിലെ നമ്മുടെ ഓരോ ചക്രാസുകളുണ്ട്. നമുക്ക് പ്രധാനപ്പെട്ട 7 മണ്ഡലങ്ങളുണ്ട്. ഈ മണ്ഡലങ്ങളുടെ ഊർജപ്രവാഹം ശരിയായ രീതിയിലാണോ നടക്കുന്നത്, അത് കുറഞ്ഞ രീതിയിലാണോ നടക്കുന്നത് എന്ന് മനസ്സിലാക്കാനും സാധിക്കുന്നതാണ്. അതുപോലെ ഓരോ ദിവസവും നമുക്ക് അനുകൂലമാണോ, അനുകൂലമാക്കാൻ എന്ത് ചെയ്യാം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ശാസ്ത്രശാഖ കൂടിയാണ് ഈ രാസസംവേദന വിദ്യയിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ അതായത് ഒരു ദിവസമോ 2 ദിവസമോ ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതിനൊരു സമയവും അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ, പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് നമുക്കിത് പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റുക. അതുപോലെ ഏതൊരു വ്യക്തിയുടെ ഏതൊരു കാര്യവും നമുക്ക് അനുകൂലമാണോ, ആ വ്യക്തി ചിന്തിക്കുന്ന കാര്യം എന്താണെന്ന് വരെ നമുക്ക് സ്വയം മനസ്സിലാക്കി എടുക്കാൻ കഴിവും തരുന്നതാണ് ഈ രാസസംവേദന വിദ്യയിലൂടെ നമുക്ക് കിട്ടുക. ഇത് 2-3 കാര്യങ്ങൾ പഠിച്ചാൽ അതിൻ്റെ പോയിന്റുകൾ യഥാർത്ഥ ഗുരുക്കന്മാർ പറഞ്ഞു തന്നാൽ മാത്രമാണ് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് സ്വയമേവേ നമുക്കിതിൻ്റെ
കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ സ്ഥലങ്ങൾ, നമ്മളൊരു പുതിയതായിട്ടൊരു സ്ഥലം മേടിക്കുകയാണെങ്കിൽ അത് നമുക്ക് അനുകൂലമാണോ അല്ലെ അത് പ്രതികൂലമാണോ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ദോഷവശങ്ങളുണ്ടോ, അതിൻ്റെ ഊർജ്ജമണ്ഡലം എങ്ങനെയായിന്ന് എന്നൊക്കെ സ്വയം മനസ്സിലാക്കാനും അതുപോലെ ഈ ശാസ്ത്രം പഠിച്ച ആൾക്ക് സാധിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഒരാൾ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ സേവനം അവർക്ക് കിട്ടുന്നതാണ്. അതുപോലെ നമ്മുടെ പഠനങ്ങൾ ഏത് കോഴ്സ് എടുത്താലാണ് നമുക്ക് എല്ലാ കോഴ്സും നമുക്ക് ഉപയുക്തമാകല. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചാൽ നമ്മുടെ ജീവിതത്തിന് പ്രാപ്തമാണോ എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ കോഴ്സ് എടുത്ത് പഠിച്ചാൽ ആ മേഖലയായിട്ട് ബന്ധപ്പെട്ട ജോലിയായിരിക്കും നമുക്ക് കിട്ടുക. നമ്മുടെ രാശി ജലരാശിയാണ്, ജലരാശിയാണ് മുന്നിട്ട് നിൽക്കുന്നതെങ്കിൽ ജലസംബന്ധമായ ജോലികളായിരിക്കും അവർക്ക് കിട്ടുക. അതുപോലെ തന്നെ അഗ്നിമണ്ഡലമാണ് ഉയർന്നു നിൽക്കുന്നെങ്കിൽ, നല്ല രീതിയിൽ നല്ല ശോഭയോട് നിൽക്കുന്നതെങ്കിൽ ആ തരത്തിലുള്ള ഫയർഫോഴ്സ്, പോലീസ്, പട്ടാളം ഇങ്ങനെയുള്ള ജോലികളായിരിക്കും കിട്ടുക. അതുപോലെ നമ്മുടെ വായുമണ്ഡലം ആണ് നമുക്ക് അതുപോലുള്ള പോസിറ്റീവായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് സംബന്ധമായിട്ടുള്ള ജോലികളായിരിക്കും നമുക്ക് കിട്ടുക. അതുപോലെ താഴ്ന്ന ഊർജത്തിലും ഉണ്ട്, അതിലും ഉണ്ട് ഉച്ച നീചത്വങ്ങൾ, ഉച്ച മധ്യമ നീച നിയമങ്ങൾ ഉണ്ടായി. അതിൽ ഏറ്റവും നീചാവസ്ഥയിലാണ് സാധാരണ കൂലിപ്പണി അല്ലെങ്കിൽ ഒരു ബഹുമാനം ഇല്ലാത്ത ജോലികളൊക്കെ നമുക്ക് തേടി വരാറുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മാറ്റം വരുത്താനായിട്ട് നമുക്ക് ഈ ശാസ്ത്രത്തിലൂടെയൊക്കെ ഒരുപാട് സാധിക്കുന്നതാണ്. അത് കണ്ടറിഞ്ഞ് നമുക്ക് അതിൻ്റെ ഉയർച്ച ഏതാണ്, എവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട, അതിൻ്റെ പോംവഴി എന്ത്, അതിലൂടെ മുന്നോട്ട് പോയാൽ എങ്ങനെ നമുക്ക് നേട്ടമുണ്ടാക്കാം എന്ന് വരെ മനസ്സിലാക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ്. അപ്പോൾ നമ്മളത് അറിഞ്ഞു കഴിഞ്ഞിട്ട് അതിൻ്റെതായ ഏത് ഭാഗമാണോ നമുക്ക് ഊർജ്ജവൽക്കരിക്കേണ്ടത് അത് ഊർജ്ജവൽക്കരിക്കുകയും അതിന് വേണ്ട ക്രിയകളും മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ശാസ്ത്രം കൊണ്ട് ഒരുപാട് ഗുണമുണ്ട്. ഇത് സ്വയവും പഠിക്കാം, സ്വയം പഠിക്കണേൽ ഒരു ഗുരുവിൻ്റെ കീഴിൽ പഠിക്കുന്നതായിരിക്കും എപ്പോഴും നല്ല. കാരണം ഇത് ചില കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ നിന്നുള്ള ഇതിന് ഏതൊരു ശാസ്ത്രത്തിന് അതിന് നെഗറ്റീവ് വശം ഉണ്ടാകും, പോസിറ്റീവ് വശം ഉണ്ടാകും. ഈ നെഗറ്റീവ് വശം കളഞ്ഞു വേണം നമ്മൾ അതിനെ പ്രാപ്തമാക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഒരു ഗുരുവിൻ്റെ ഭാഗത്ത് നിന്ന് വേണം നമ്മൾ ഇത് പഠിക്കാനായിട്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കി തരാനുമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഏതൊരു വിഷയത്തിനും ആ ഒരു ജീവിതത്തിൽ ഉപയുക്തമാക്കാം, സ്വയം ഉപയുക്തമാക്കാൻ പറ്റുന്ന ഒരു വിദ്യയാണ് രാസസംവേദന വിദ്യ. അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണമുണ്ടാകും. ഇതൊരു അറിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ തന്നതാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ സമീപിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതാണ്. നമ്മുടെ വേറെ ഒരുപാട് കാര്യങ്ങൾ കൂടി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതുകൊണ്ട് എന്തൊക്കെ ഉപയോഗമുണ്ട് അതൊക്കെ പൂർണ്ണമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നതാണ്. നന്ദി.